ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് SLC വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ? എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? ഇതാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ ഇന്ന് നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികളുടെ പ്രതികരണവും അല്ലെങ്കിൽ നമ്മുടെ ചോദ്യപേപ്പറും ഒക്കെ വിലയിരുത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏറ്റവും ആദ്യം, ഈ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എല്ലാം നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് വന്നത്. അപ്രതീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നത്. ആ ഭാഗം കുട്ടികളെ വലിയതായിട്ട് ബുദ്ധിമുട്ടിക്കും തോന്നുന്നില്ല, കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളേലും ഇൻഡയറക്റ്റായിട്ട് ചോദ്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. പക്ഷേ ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഗ്രാമർ ചോദ്യങ്ങൾ, ഈ ഭാഗത്താണ് ചെറിയ പ്രശ്നം വരുന്നത്. ഈ ഗ്രാമർ ചോദ്യങ്ങളിൽ ഫ്രേസൽ വെർബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയലോഗ് കംപ്ലീഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈവൻ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിൽ വരെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന, കുട്ടിക്ക് അല്പം ബുദ്ധിമുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളല്ല, അപ്പോൾ ഫ്രേസ് വെർബിൽ എല്ലാം ബുദ്ധിമുട്ടുന്നല്ല, അതിൽ 1-2 ബുദ്ധിമുട്ടാവുക. ഇപ്പോൾ ഡയലോഗ് കംപ്ലീഷനിലാണെങ്കിൽ 5 മുതൽ 1-2 പ്രശ്നമാവുക. ഈ രീതിയിൽ ഗ്രാമർ ഏരിയയിൽ ചില ചോദ്യങ്ങൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും ആൻസർ എടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളിലും ഇതേ പ്രശ്നം കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ ഒരു 60-65 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്കോഴ്സുകളും മറ്റുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് നേടാം. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള മാർക്ക് കിട്ടണമെങ്കിൽ ഗ്രാമറിലെയും അല്ലെങ്കിൽ പാസേജിലെയും ഒക്കെയുള്ള ആ 1 വേർഡ് ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ഗ്രാമർ ഉത്തരങ്ങൾക്കുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കും. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ ഒരു മിക്സ്ഡ് ഒപ്പീനിയനാണ് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. പല കുട്ടികൾക്കും കുഴപ്പമില്ല എന്ന രീതിയിലാണ് കൂടുതൽ വിദ്യാർത്ഥികളും പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രാമറിൻ്റെ ഭാഗവും 1 വേർഡ് ഉത്തരങ്ങളുള്ള വരുന്ന ഭാഗങ്ങളുമൊക്കെയാണ് അല്പം പ്രശ്നമായത്. സമയം കിട്ടിയിട്ടില്ല എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്കോഴ്സൊക്കെ അവർ പ്രതീക്ഷ തന്നെ വന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് സമയം ഡിസ്കോഴ്സിലൊക്കെ ഇരുന്നതുകൊണ്ടായിരിക്കാം സമയം കിട്ടിയിട്ടില്ല എന്നൊരു അഭിപ്രായം കുട്ടികൾ പറയുന്നുണ്ട്. എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. ഓക്കെ.